അടുത്തതായി എന്താ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്, എന്താ നിങ്ങൾ ഇങ്ങോട്ട് കേട്ടത്, ഈ രണ്ട് കാര്യം ഇവിടെ വന്ന് പരസ്യമായി പ്രഘോഷിക്കുക. ഇപ്പോൾ മനസ്സിലായി? ഈശോ പറഞ്ഞു, സ്വകാര്യ മുറിയിൽ നിങ്ങൾ കേട്ടത് പുറമുകളിൽ പ്രഘോഷിക്കുക. ഇപ്പോൾ പറഞ്ഞതൊരു സ്വകാര്യ മുറിയിൽ പറഞ്ഞ മാതിരിയാണെങ്കിൽ, പുരമുകൾ എന്ന് പറയുന്നത് ഈ അധരം, ഇത് മുറിയാണ്, പുരയാണ്, അതിൻ്റെ മുകളിൽ പുരമുകളിൽ പ്രഘോഷിക്കുക. മറ്റുള്ളവരെല്ലാം കേൾക്കുമാർ ഏതാനും പേര് വന്ന് ഒന്ന് പ്രഘോഷിക്കുക. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഉൾക്കാഴ്ചകൾ? എന്താണ് അടുത്ത ആൾ നിങ്ങളോട് പറഞ്ഞത്? വേറെ പഴയ ചരിത്രം ഒന്നും പറയാൻ പാടില്ല. ഞാനിങ്ങനെ ധ്യാനത്തിന് അന്ന് ചെന്നതാണ്, തോമസ് പോൾ ബ്രദറിന് ഇത്ര വർഷം മുമ്പ് എനിക്കറിയാവുന്നതാണ്, അതൊന്നും പറയരുത്. സമയം പോവും. മാത്രമല്ല മറ്റുള്ളവർക്ക് നിങ്ങളോട് വിരോധം തന്നെ ഉണ്ടാവും. നേരത്തെ പറയാം. ഇപ്പോൾ ഇവിടെ എല്ലാവരും ലീവൊക്കെ എടുത്ത് വന്നേക്കുന്നത് സമയം വളരെ വിലയുള്ളതാണ്. ആ സമയം കളയരുത്. എന്നാൽ അത്യാവശ്യം മാത്രം പറയുക. 3-4 സെൻറ്റൻസ് പറഞ്ഞാൽ മതി. യെസ്, വരൂ, കം. എനിക്ക് കിട്ടിയ ഒരു പുതിയ അറിവെന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതാണ് ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്തത്. എനിക്ക് കിട്ടിയത് അവർ 3 പേരും തന്നെ പറഞ്ഞ പരിശുദ്ധാത്മാവ് അത് ജ്ഞാനത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ പെട്ടിക്കട പോകേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.